തിയേറ്ററിൽ തന്നെ കാണണം, തിയേറ്ററിൽ കാണേണ്ട ഒന്നാണ് സിനിമ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ തിയേറ്ററിന് ഒരു ഓളമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ തിയേറ്ററിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ തോന്നിയെന്ന് വെച്ചാൽ, നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ നാട്ടിനെക്കാട്ടി ചീപ്പായിട്ടാണ് ഇവിടെ തിയേറ്റർ തോന്നിയിട്ടുള്ളത്. നമുക്ക് പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ UK വന്ന കാലം മുതൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കൂട്ടുകാരന്മാരാണെങ്കിലും ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, മച്ചാനെ ഇവിടെ എങ്ങനെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ്, നമ്മുടെ നാട് പോലെയാണോ, ടിക്കറ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ UK വന്നിട്ട് നമ്മൾ 2.5 വർഷമായി. സത്യം പറഞ്ഞാൽ നമുക്ക് അതിന് ഒരു അവസരം കിട്ടിയിട്ടില്ല. അവസരമല്ല, പല കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ആസിഫ് അലിയുടെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, കാവലൻ. അപ്പം നമ്മൾ ആ പടം തലവൻ പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ആ പടം കണ്ടിട്ട് നമ്മൾ പടത്തിൻ്റെ റിവ്യൂ, പടത്തിനെ പറ്റി ഒന്നും പറയാൻ പോകില്ല. പക്ഷേ എന്താണ് UK തിയേറ്റർ, UK എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലെ കമ്പയർ, അത് നമ്മളിന്ന് ചെയ്യണമായിരിക്കും. ഓക്കെ, ബർമിംഗ്ഹാം സിനി വേൾഡിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:50 പടം. അപ്പോൾ 6:30 ആയിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമായിരുന്ന സമയമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പടം കണ്ടു. പടം എല്ലാം നൈസ് പടമാണ്. നമ്മൾ എങ്ങനെയാണ് UK തിയേറ്റർ എക്സ്പീരിയൻസ്, നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണം. ജെന്യുവിനായിട്ടുള്ള റീസൺ, നമ്മുടെ കുടുംബക്കാർക്ക് ആർക്കും UK തിയേറ്ററില്ല, അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹരിയുടെ ഒപ്പീനിയൻ കേൾക്കാം. ഹരി, എങ്ങനെയുണ്ട് ഇവിടുത്തെ തിയേറ്റർ എക്സ്പീരിയൻസ്? തിയേറ്ററൊക്കെ ഇവിടുത്തെ അടിപൊളിയാണ്. നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ നാട്ടിനെക്കാട്ടി ചീപ്പായിട്ടാണ് ഇവിടെ തിയേറ്റർ തോന്നിയിട്ടുള്ളത്. നമുക്ക് പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പം എങ്ങനെയാണെന്നാലും അറിയാമല്ലോ, നാട്ടിൽ പോയി ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു മൾട്ടിപ്ലക്സിൽ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 350, 400, 350 രൂപയ്ക്ക് ആവൂലേ ആശ്രയ? 350 രൂപ, 300 രൂപയ്ക്ക് ആവും. ഇവിടെ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് നമ്മളിപ്പോൾ മാസത്തിൽ എല്ലാ ദിവസവും പടത്തിന് പോവുകയാണെന്നെങ്കിൽ തന്നെ അത്രയും കാശാവത്തില്ല, പെർ ടിക്കറ്റ് അത്രയും കാശാവത്തില്ല. അങ്ങനെ അത് ഒന്ന്, അതായത് ടിക്കറ്റിന് വളരെ കമ്പാരിറ്റീവ്ലി എനിക്ക് നാട്ടിനെക്കാട്ടി ചീപ്പായിട്ട് തോന്നി. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇപ്പം ഞാനൊരു ഈ FDFS ഒക്കെ കാണുന്ന ഒരു ടീമാണ്. അതായത് സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, തിയേറ്ററിൽ കാണേണ്ട ഒന്നാണ് സിനിമ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ തിയേറ്ററിന് ഒരു ഓളമായിട്ട് തോന്നിയിട്ടില്ല. ഒരു ഭയങ്കര ഡിസ്പ്ലേയിൽ വന്നിരുന്ന സിനിമ ഒരു മനസ്സിലായില്ലേ? അതൊരു ഇപ്പം എത്ര ഇന്ത്യക്കാരുണ്ട് എന്നെഴുതിയിട്ട് തിയേറ്ററിൽ ഇവിടെ പലരും ഇപ്പം കേരളത്തിലുള്ളവർ മാത്രമല്ല, പല അന്യ സംസ്ഥാനത്തൊക്കെ ഉള്ള ചിലരൊക്കെ അവരുടെ ഫാൻ ബോയ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ തിയേറ്ററിൽ അലമ്പ് കാണിക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമല്ല. പക്ഷേ എങ്കിലും ഒരു മനസ്സിലായി, നമ്മൾ സിനിമ കാണുമ്പോഴേ നമുക്കൊന്നും പൂർണ്ണമായിട്ട് ആസ്വദിച്ച് ആ തിയേറ്ററിൽ ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നി. ഭയങ്കര ഡിസ്പ്ലേ ഉള്ളത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ. ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ഒരു കാര്യം കറക്റ്റാണ്. നമ്മുടെ നാട്ടിലിപ്പം വിജയുടെ പടമോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പടം ഇറങ്ങുമ്പോൾ ഇവിടെ പാലാഭിഷേകമോ അങ്ങനെ ഒന്നും നമ്മൾ ഷെഫീൽഡിൽ കണ്ടിട്ടില്ല. UK വേറെ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇവിടുത്തെ തിയേറ്ററിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ജവാൻ കാണാൻ പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മോശം അനുഭവമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് ചിപ്സും എന്നാ വെച്ചാൽ ഭക്ഷണം കാണാത്ത രീതിയിൽ കുറച്ച് ടീംസ് വന്ന് നമ്മുടെ പുറകിലിരുന്ന് ഈ ചിപ്സ് കടിച്ച് പറക്കലും അങ്ങനെ ഇത്. അപ്പം എല്ലാം തിയേറ്ററിലും, അതുമല്ല ഇടയ്ക്ക് വന്നിട്ട് ഹാഫ് ടൈം ആവണതിന് മുമ്പേക്കും വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് വേണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ സത്യം പറഞ്ഞാൽ നാട്ടിലും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ആകെ നമ്മളൊരു 3 മണിക്കൂറാണ് പടത്തിന് വന്നത്. ഇപ്പം ഫുഡ് കഴിക്കണോണ്ട് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടല്ല, പല ആളുകൾക്കും ചിലവർക്ക് തിയേറ്ററിൽ പോയിരുന്ന ഫുഡ് കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ലായിരിക്കും. പിന്നെ ഈ ചിപ്സ് ഇങ്ങനെ കടിച്ച് പറിക്കണ സൗണ്ട് ആയിരിക്കും പലവർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ തിയേറ്റർ സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുത്ത് കളയുകയാണെങ്കിൽ നല്ലതാണ്, എൻ്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ. പിന്നെ വളരെ വളരെ ശക്തമായിട്ട് പറയാം, തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാനാണ്. അപ്പോൾ സിനിമ ആസ്വദിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട്, ഇപ്പോൾ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരണ്ട എന്നുള്ളതല്ല മെയിനായിട്ടുള്ള കാര്യം. പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവരാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ തിയേറ്റർ വരുമ്പോൾ. കാരണം എല്ലാ സിനിമ കാണാനാണ് നമ്മളെ കാശ് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ സിനിമ മൊത്തമായിട്ട് ആസ്വദിക്കാനായിട്ട് എന്ത് തന്നെയാണ് ചിലർ തിയേറ്ററിൽ നിന്ന് കമൻറ്റ് അടിക്കുന്നവനക്കും പടം കാണാത്ത രീതിയിൽ ബഹളം വയ്ക്കുന്നവനക്കും ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ പരിപാടി. 6 വയസ്സ് തൊട്ട് നമ്മളിപ്പോൾ കാണുന്നത് സാധാരണ മലയാള സിനിമയെ പറ്റി എങ്ങനെയായാലും 12 ആയിരിക്കും. 12 ഇയേഴ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ 6 ഇയേഴ്സ് പറയുമ്പോൾ അതിന് താഴെയുള്ള പിള്ളേരെ തിയേറ്ററിൽ കൊണ്ടുവരരുത്, കൊണ്ടുവന്നുകൊണ്ടാണ് റൂള്. പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്യാതെ പിന്നെ കുട്ടികളായതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യാത്തതായിരുന്നാലും മനസ്സിലായില്ലേ, നമ്മൾ പാരൻസിന് ആ രീതിയിൽ പറയാത്തത്. പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പിള്ളേരെ കൊണ്ടുവരുന്നത് നമുക്ക് പറ്റത്തില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പിള്ളേരെ. കാര്യം കുട്ടികളാണ്, അവർ കരയും, അവർ വാശി പിടിക്കും. അപ്പം നമ്മളൊരു ഫുള്ളി എൻ്റർടൈൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള സ്ഥലമല്ല തിയേറ്ററിൽ. സിനിമ കാണാൻ വരുന്നവർ പലരും അത് കൃത്യമായിട്ട് ഫുള്ള് ആ രീതി കാണാൻ വരുന്നവരാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എത്ര പേർക്ക് എൻ്റെ അഭിപ്രായം കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്കുള്ള വേറൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും തിയേറ്ററിൽ വരുമ്പം ഈ ഫോണിൽ മെസ്സേജ് അയക്കില്ല, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കോൾ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ എന്തിനാ പടം കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് കോൾ ചെയ്യാനുണ്ടെങ്കിൽ റൂമിലിരുന്ന് കോൾ ചെയ്യാൻ.
പറ്റില്ല. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഹരി പറഞ്ഞു സീസണൽ ടിക്കറ്റ് ഉണ്ട്, ഒരു മാസത്തേക്ക് ടിക്കറ്റ്. അതല്ലാതെ നമുക്ക് ഇവിടെ ഒരു പടത്തിന് പോകുമ്പോൾ 12 പൗണ്ട് 1200 രൂപ മുടക്കി നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പടത്തിന് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് ചാറ്റ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നാട്ടിലെ പോലെ 150 രൂപ ടിക്കറ്റ് അല്ലല്ലോ നമുക്ക് ഇവിടെ പോകണം. ഇവിടെ അത്ര എക്സ്പെൻസീവ് കാശ് മുടക്കി നമ്മൾ മാസത്തിൽ ചിലപ്പോൾ ഒരു പടത്തിനായിരിക്കും. ഒരു പടത്തിന് പോകുന്നവരാണെങ്കിൽ അത്രയും പൈസ കൊടുക്കണം. നമ്മൾ പാസ് ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ അതൊരു വലിയ ക്രൈറ്റീരിയയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ വളരെ ഒരു സങ്കടം തോന്നും. എന്തുവാടാ കാണിക്കുന്ന ഇതിനൊക്കെ. ബർമിംഗ്ഹാമിലൂടെയാണ് മച്ചാനെ വണ്ടി ഓടിക്കുന്നത്, നല്ല പാടാണ്. പിന്നെ അതുപോലെ തന്നെ പടം തുടങ്ങി കഴിഞ്ഞിട്ട് വന്ന കുറച്ച് ടീംസ് ഉണ്ട്. കറക്റ്റ് പടം തുടങ്ങി കഴിഞ്ഞാലാണ് അത് വരുള്ളൂ. അപ്പൊ ഈ വന്നിട്ട് ഈ സീറ്റ് കണ്ടുപിടിക്കാനായിട്ടും നമ്മുടെ മുമ്പിൽ കൂടെ ഫ്ലാഷ് അടിച്ച് ഭയങ്കര മോശമാണ്. എന്താ ഞാനങ്ങനെ പോകാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പേര് എഴുതി കാട്ടുന്നത് ആരാണ് അതിന്റെ എനിക്ക് എല്ലാം കാണണം. ഞാനൊരു പടത്തിന് പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 മിനിറ്റ് നേരത്തെ കൂടും. നമ്മള് മാസത്തിൽ 1 or 2 മാക്സിമം പടത്തിന് പോകുള്ളൂ. അപ്പൊ അത് വൃത്തിക്ക് പടം കാണുകയാണെങ്കിൽ വൃത്തിയായിട്ട് കാണുകയാണെങ്കിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഫുൾ അത്രേ ഉള്ളൂ. അല്ലാതെ